അങ്ങനെ എന്നെ ആന കൊമ്പിൽ കൊണ്ടുനടന്നിട്ട് കുലുക്കി തറയിലിട്ടിട്ട് വീണ്ടും ഒരു ഊതത്തോടെ കുത്തി. അപ്പോൾ എൻ്റെ ഈ കുടലൊക്കെ ഇങ്ങനെ വെളിയിൽ കിടന്നു. കുടലിടേണ്ട പൊസിഷനിലല്ല ഇട്ടത്. പിറ്റേ ദിവസം പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചുപോയി. എത്ര തവണ കുത്തി കുടല് വരെ പുറത്ത് വന്നിട്ടും അതേ തൊഴിലിലേക്ക് തിരിച്ചു വരാൻ തോന്നിക്കുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിസ്സാര കാര്യത്തിന് വയലൻ്റ് ആകുന്ന ഒരു മൃഗമാണ് ആന. ഒരാളെ കൊല്ലിക്കണയിൽ കാലനിക്കാൻ മതി ചെയ്യുവാന. ചിലർ ശിക്ഷിക്കും. ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഇരട്ടിയാവും. ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തേ പറ്റൂ. ഒരു ആനക്കാരൻ്റെ ജീവിതമല്ലേ. ഇടയലും അതുപോലെ തന്നെ മതം പൊട്ടലും രണ്ടും രണ്ടല്ലേ? മതപ്പാടിൻ്റെ ആരംഭഘട്ടത്തിൽ ഇനി ചെളിയാ ചാടുക. നമ്മുടെ വാട പിടിച്ചിട്ടാണ് ഇത് നമ്മുടെ കൂടെ വരിക. നമ്മുടെ സ്മെല്ല് നമുക്ക് പറ്റുന്നത് ഒന്നേ ഉള്ളൂ. എവിടെയെങ്കിലും ആനയ്ക്ക് കയറി വരാൻ പറ്റാത്ത മാർഗത്തിൽ നമ്മൾ ചെന്നപ്പെടുക. അല്ലെങ്കിൽ ആന നമ്മുടെ കൂടെ ഉണ്ടാവും. തർക്കമൊന്നുമില്ല. നമ്മളെ ആന കൊന്നിരിക്കും. ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ അപ്പു നിൽക്കടാന്നൊക്കെ പറഞ്ഞ് വികാരാധീനനായി പറയുമ്പം ഒരിക്കലും ഒരു ആന നിൽക്കില്ല അല്ലേ? പെണ്ണിനെ കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല ആനക്കാർക്ക്. ശുദ്ധ അബദ്ധമാണ്. കരയിലെ ഏറ്റവും ശക്തനായ ജീവിയാണ് ആന. ആ ആനയെ മെരുക്കി വരുതിയിൽ നിർത്തുന്നവരാണ് പാപ്പാന്മാർ. തികഞ്ഞ പ്രാഗൽഭ്യവും പരിശീലനവും വേണ്ട തൊഴിൽ. കഴിഞ്ഞ 50 വർഷത്തോളമായി 25ലധികം ആനകളുടെ പാപ്പാനായി സേവനമനുഷ്ഠിച്ച ശ്രീ വിജയൻ ഹരിപ്പാടാണ് ഇത്തവണ സർവീസ് സ്റ്റോറിയിൽ നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. ആനയെ ഇണക്കുകയല്ല, പകരം മെരുക്കുകയാണ് ചെയ്യുന്നതെന്ന് പൊതുവെ പറയാറുണ്ട്. ഇത്ര ബുദ്ധിയും അതുപോലെ ശക്തിയുമുള്ള ഒരു ജീവി ഏത് ഘട്ടത്തിലാണ് മനുഷ്യന് കീഴ്പ്പെടുന്നത്? പാപ്പാനോടുള്ള ഭയമാണോ ആനയെ ഇത്തരത്തിൽ നാട്ടാനയാക്കുന്നത്? തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ വേദനിപ്പിക്കുക, അല്ലെ അതിനൊരു ക്രൂരമായ മർദ്ദനം, ആ മുറയിലേക്കല്ല പോകുന്നത്. അങ്ങനെ ഒരു ആനയും ഒരിക്കലും സാധ്യമാക്കി എടുക്കാനും സാധിക്കത്തില്ല. അത് വലിയൊരു അപകടമാണ്. കാരണം ആനയെ 10 ദിവസം കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കുന്നത് 1 ദിവസം കൊണ്ട് പരിശീലിപ്പിക്കുമ്പോഴാണ് ഈ മർദ്ദനത്തിൻ്റെ കാഠിന്യം വരുന്നത്. അത് 10 ദിവസം കൊണ്ട് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ അതിന് ഏറെക്കുറെ അല്ല 100% മനസ്സിലാകും. ക്ഷമ എത്രത്തോളം ഒരു ആനക്കാരനുണ്ടോ അത്രത്തോളം ആന നന്നാകത്തേ ഉള്ളൂ, നല്ല പരിശീലനമായിട്ട് മാറത്തുള്ളൂ. ഒരു കാട്ടാനേനെ കിട്ടിക്കഴിഞ്ഞാലേ അതിനെ നാട്ടാനയാക്കി മാറ്റുന്നതിൻ്റെ പരിശീലനം കൊടുക്കുന്നതിൻ്റെ ആദ്യ ഘട്ടങ്ങൾ എന്തൊക്കെ ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്? നമ്മളതിനെ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിലാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മളുമായിട്ട് ഇണങ്ങത്തക്ക ഒരു സ്വഭാവ രീതിയിൽ അതിനെ ഒന്നുകിൽ പറയും ഇടത്തോട്ട് മാറി നിൽക്കാൻ പറയും, അല്ല അതിനറിയത്തില്ലാമായിരിക്കാം. പക്ഷേ അത് പറഞ്ഞ് പരിശീലിപ്പിച്ച് ദിവസങ്ങളോളം പറഞ്ഞതിന് ശേഷമായിരിക്കും അത് പഠിക്കുക. അപ്പോൾ ആ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരാളായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക. ഈ ആളുമായിട്ട് പരിശീലിച്ച് ആളുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ ഈ ആനയുടെ അടുക്കൽ ചെന്ന് പെരുമാറത്തക്ക സാഹചര്യങ്ങളുണ്ടാകും. ആ സാഹചര്യം അനുസരിച്ച് ഈ ആനയെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ ആ ആനക്കാരന് സാധിക്കും. അല്ലാതെ പെട്ടെന്ന് ഓടിച്ചെന്ന് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്നൊരു കാര്യം നമുക്ക് നടത്തണമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 20 മണിക്കൂറും അതുമായിട്ട് ഇടപഴകേണ്ടി വരും. എന്താ പറഞ്ഞു തുടങ്ങുക? ഒന്നുകിൽ ഇടത്തോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ വലത്തോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഭീരിയാനയെന്ന് പറയുക, അല്ലെങ്കിൽ ആഹാരം കൊടുത്തിട്ട് അത് മേടിച്ച് തിന്നാനുള്ള ഒരു ഇത് കൊടുക്കുക. അതേപോലെ തന്നെ ആനയുടെ മുഖത്തോ കയ്യിലോ ഒന്ന് തടകുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ആന ചിലപ്പോൾ നമ്മളെ ദേഷ്യപ്പെട്ട് ഓടിക്കുകയോ നീക്കുകയൊക്കെ ചെയ്യും. കൂട്ടിനകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പരിക്ക് പറ്റുന്നില്ല. ദിവസങ്ങളോളം ആകുമ്പോൾ നമ്മളുമായിട്ട് നമ്മുടെ ആ ശരീരത്തിൻ്റെ സ്മെല്ല് അതിന് കിട്ടിക്കഴിയും, നമ്മുടെ സൗണ്ട് അതിന് കിട്ടിക്കഴിയും. അപ്പോൾ പിന്നെ നമ്മളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആകും. നമ്മളുമായിട്ടത് ഇണങ്ങാനുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടാകുക. ഈ ഇടത്താനയെന്നൊക്കെ വലത്താനയെന്ന് പറയുമല്ലോ, അതിനിടത്തും വലത്തും നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം ഇടത്തോട്ട് മാറി നിന്ന് കാണിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതെങ്ങനെയാണ്? നമ്മളൊരു വടിക്കമ്പ്, നമ്മുടെ കയ്യിലൊരു വടി ഉണ്ടാകും. ആ വടി കൊണ്ട് നമ്മൾ തട്ടിയിട്ടാണ് ഇടത്തേക്ക് വാന്ന് പറയുക. അപ്പോൾ അത് ഇടത്തേക്ക് വരും. അതങ്ങനെ ദിവസങ്ങളോളം ആകുമ്പോൾ ഒരു പരിശീലനം ഇടത്തേക്കെന്നുള്ളൊരു വാക്കത്, ആ ശബ്ദവും ഭാഷയും അത് പഠിച്ചു കഴിഞ്ഞു. അതേപോലെ എല്ലാ കാര്യങ്ങളും
പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. ഒരാന അത്യാവശ്യം മെരുങ്ങാൻ ഇണങ്ങാൻ എത്ര കാലയളവ് എടുക്കും മിനിമം? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നിൽക്കുന്ന ആനയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും എടുക്കും. ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം ആനയായിട്ട് ചെന്നിട്ട് ആനയായിട്ട് സമ്പർക്കം ഉണ്ടാകണം. നാട്ടിൻപുറത്ത് എന്ന് പറയുമ്പോൾ ഓൾറെഡി നാട്ടിൽ നിൽക്കുന്ന ആന. കാട്ടിലേ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ആനയാണെങ്കിൽ 2-3 മാസം എടുക്കും അതിനെ ഒന്ന് പുറത്തിറക്കണമെങ്കിൽ. 3 മാസം കുറഞ്ഞ പക്ഷം വേണം. പിന്നെ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ, എന്തൊക്കെ പഠിപ്പിക്കും? അതിനെ ഇരിക്കാൻ പഠിപ്പിക്കണം, കിടക്കാൻ പഠിപ്പിക്കണം, നടയമരവും ഊന്നി നിൽക്കാൻ പഠിപ്പിക്കണം. നടയമരവും ഒരേപോലെ ഊന്നി നിൽക്കാൻ പഠിക്കണം. അമരം കയറ്റി ഊന്നിയിട്ട് നിർത്തി കഴുകാനുള്ള അത് പഠിപ്പിക്കണം. അമരം പൊക്കാൻ പഠിക്കണം. ആനയുടെ മുകളിൽ കയറണമെങ്കിൽ ഒന്നുകിൽ നട പൊക്കണം, അല്ലെങ്കിൽ അമരം പൊക്കണം. നടയെന്ന് പറഞ്ഞാൽ മുന്നിലത്തെ കാലിൽ നിന്നാണ് നടയെന്ന് പറയുന്നത്, പുറകിലത്തെ കാലിനാണ് അമരം എന്ന് പറയുന്നത്. അപ്പം അമരവും ഉണ്ട്. നട പൊക്കിയിട്ട് വേണം ആനയുടെ മുകളിൽ കയറാൻ, ആനക്കാരന് കയറാൻ. അപ്പോൾ അത് പഠിപ്പിക്കണം. അമരം പൊക്കി കയറണമെങ്കിൽ ഇപ്പോൾ എഴുന്നള്ളിപ്പിനൊക്കെ പോകുമ്പോൾ പുറത്തൊരാൾ കയറണം. അത് ആ പുറകിൽ കൂടത്തെ അമരത്തെ കൂടാണ് കയറ്റുക. അത് പഠിപ്പിക്കണം. അതേപോലെ തന്നെ മടക്കാൻ പഠിപ്പിക്കണം. ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ തിടമ്പേറ്റി എഴുന്നള്ളിക്കാൻ മടക്കി കൊടുത്തെങ്കിലേ നമ്പൂരിക്ക് കയറാനും ഈ തിടമ്പ് കൊടുക്കാനും പറ്റുള്ളൂ. അതേപോലെ തന്നെ നടയമരവും കൂട്ടി ഊന്നി നിൽക്കാൻ പഠിപ്പിക്കണം. ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിച്ച് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ആനക്കാരും പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു സ്വഭാവ രീതികളാണ്. താങ്കൾ 13-ാം വയസ്സിൽ പാപ്പാനായിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരാളാണ്. എന്തായിരുന്നു ഈ ജോലിയിലേക്ക് താങ്കൾ ആകർഷിച്ചൊരു ഘടകം? ഇത്ര ചെറുപ്രായത്തിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു പാപ്പാനാവണം എന്നുള്ളത്? വീട്ടുകാരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ടീച്ചർമാർ ചോദിക്കും പഠിച്ചെന്താകാനാ, അന്നത്തെ കാലത്തൊക്കെ ചോദിക്കുക എന്താകാനാ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കൊരു ആനക്കാരനാകാൻ ആഗ്രഹം. അപ്പം എന്നെ എല്ലാവരും അതിശയത്തോടു കൂടി നോക്കി. അങ്ങനെ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിനടുത്തൊരു ആന എഴുന്നള്ളിപ്പിന് വന്നു. ആ ആന എടുക്ക ചെന്ന് ആനയെ കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ആനക്കാരനുണ്ട്. അദ്ദേഹം എൻ്റെ ആശാനാണ്, എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാജൻ സ്വാമി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ ഈ ജോലി അഭ്യസിച്ചതും പഠിച്ചതും എല്ലാം. ഇദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നപ്പം പറഞ്ഞു എനിക്കൊന്ന് ആസ്പത്രിയിൽ പോകണം മോനെ, ഈ ആനയ്ക്ക് ഒരു 2 തെങ്ങോല വെട്ടിയിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറയും വെട്ടിയിട്ട് കൊടുക്കാം. ഞാൻ തെങ്ങുമ്പോൾ കയറി 3-4 ഓലയൊക്കെ വെട്ടിയിട്ട് കൊടുത്തു. മോൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു കൂടെ വരുന്നോന്ന് ചോദിച്ചു. ഞാനിത് കേൾക്കാനിരിക്കുന്നു, ഞാൻ പോകാനിരിക്കല്ലേ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു വഴി വരെ പോകാമെന്ന് പറഞ്ഞു. എവിടാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹത്തിനോട് വന്നു വെച്ചാൽ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ആനയായിട്ട് പൊക്കോ, ഞാൻ പുറകിനങ്ങ് വരാം, ആരെങ്കിലും കണ്ടാൽ സംഗതി കുഴപ്പമാണ് പറയാം. അങ്ങനെ പോയതാണ്. എന്നാൽ വീട്ടിലെന്നാ പറയുന്നത്? വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പിറ്റേ ദിവസം അന്വേഷിച്ചപ്പോൾ ആളില്ലല്ലോ. ആനയുടെ കൂടെ പോയത് എങ്ങനെ അറിഞ്ഞു എന്നെ തിരഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇന്ന് ഇവിടെ പരിപാടിയാണെങ്കിൽ നാളെ വേറെ. അന്നെല്ലാം ഈ നടന്നാ പോവുക, ആനകളെല്ലാം നടന്നാ പോവുക. അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ അടുത്തൂടെ പോകേണ്ടിയിട്ട് വേറൊരു വഴിയെ നടന്ന് പോയ സമയങ്ങൾ വരെയുണ്ട്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ? പിന്നെ എന്നെ 10 ദിവസം വീട്ടിൽ തിരിച്ചു വന്നില്ല. 10ാമത്തെ ദിവസം എൻ്റെ ചേട്ടനും അച്ഛനും കൂടെ തിരഞ്ഞ് എൻ്റെ അടുക്ക് വരിക. ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളി ചോദിക്കുമ്പം അവിടെ വന്ന് വിളിച്ച് കൊണ്ടുപോകാനൊക്കെ ഒരുങ്ങി. അപ്പോഴത്തേക്ക് ഈ സ്വാമി അദ്ദേഹം അങ്ങ് കരച്ചിൽ തുടങ്ങി. അങ്ങനെ അച്ഛനൊക്കെ ആയിട്ട് അപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ പോവും, ഞാനും പോയില്ല. അങ്ങനെ ഞാൻ ആനയുടെ ഒപ്പം തന്നെ നിന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന പ്രായം, പഠനം പൂർത്തീകരിക്കാനൊന്നും പറ്റിയില്ല. പഠനം ഇതിലേക്കായിപ്പോയി, ആനപ്പണിയിലേക്കായിപ്പോയി. അങ്ങനെ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പഠിപ്പിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ്. ഞാൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു, പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷത്തിനാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. 5 പതിറ്റാണ്ടോളം ആനയുടെ പാപ്പാനായിട്ട് നിൽക്കുവാണല്ലോ. അതിലേറ്റവും വെല്ലുവിളി ഉണ്ടായ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ? 83-ൽ എനിക്കൊരു വലിയ അപകടം ഉണ്ടായി. ആന തട്ടിയിട്ട് കുത്തുകയും അതേപോലെ തന്നെ ഞാൻ മരിച്ചു പോയെന്ന് എല്ലാ പത്രങ്ങളും എഴുതിയതാണ്. ആണോ? ശൂരതയുള്ള ഒരു ആനയായിരുന്നു, ചെറുപ്പമായിരുന്നു. കോന്നിയിലെ ലാസ്റ്റ് ലേലമാണ്. അതിനുശേഷം ആനകളെ ലേലം ചെയ്ത് വിറ്റ് പൈസ വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമല്ലായിരുന്നു. ആ ആനയാണ് അവിടുത്തെ ലാസ്റ്റ് ലേലം കോന്നിക്കൂട്ടിൽ, കേരളത്തിൽ. അത് ഈ ആദ്യത്തെ മോഡലാണ് ഇത് സംഭവിച്ചത്. മോഡയെന്ന് പറയുമ്പോൾ മതപ്പാടിൻ്റെ ആരംഭഘട്ടം
അപ്പോൾ ആനയൊക്കെ കഴുകി കൊണ്ടുവന്ന് ആനയെ തെങ്ങുമ്മേൽ കെട്ടി, അന്ന് ഒറ്റയമ്പരത്താണ് കെട്ടുക, അതായത് പുറത്തെ കാലേ മാത്രം. ഇന്നതല്ല, ഫ്രണ്ടിലത്തെ നടയൊക്കെ കെട്ടിയ എല്ലാ ആനകളെയും നിർത്തുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആനയുടെ അമരത്തുനിന്ന് ഇടയെടുക്കുകയായിരുന്നു, ഇടച്ചങ്ങൽ. ഇതിപ്പോൾ ഇയാളെ അമരത്തിന് അടിച്ചതാണ്. അടിച്ചിട്ട് ആന അങ്ങോട്ട് പോയ വഴിക്ക് ഇവൻ്റെ അടുക്കലേക്ക് ചാടിപ്പോയി കയറെ പിടിച്ചിരിക്കുകയല്ലേ, ഞാൻ വീണു. അവനെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നെ വന്ന് കുത്തും തുടങ്ങി. കുത്തി എന്നെ ആന കുത്തി ഒരുപാട് കുത്തി ഞാൻ കാണിക്കാം. ഒരുപാട് കുത്തി അങ്ങനെ എന്നെ ആന കൊമ്പിൽ കൊണ്ടു നടന്നു. കൊമ്പിൽ ജാമായിപ്പോയി. അന്ന് എനിക്ക് ഇതിനൊക്കെ കൂടുതൽ ശരീരമുണ്ട്. അന്ന് 20 വയസ്സേ ഉള്ളൂ. ഇടയിൽ ജാമായി പോയിട്ട് ആന ഇങ്ങനെ, ഞാൻ ആ കൊമ്പുമേ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കൊണ്ടു നടന്നിട്ട് കുലുക്കി തറയിലിട്ടിട്ട് വീണ്ടും ഒരു ഊതത്തോടെ കുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഈ കാവി മുണ്ടഴിഞ്ഞ് കിടക്കുമായിരുന്നു. അത് ആന ഇടത്തോട്ട് മാറി നിന്നിട്ട് എന്നെ കളഞ്ഞിട്ട് ആന ഇടത്തോട്ട് മാറി നിന്നിട്ട് ഈ മുണ്ടെടുത്ത് വലിച്ച് കീറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എനിക്ക് കാണാം. അപ്പോൾ എൻ്റെ ഈ കുടലൊക്കെ ഇങ്ങനെ വെളിയിൽ കിടക്കുക. അപ്പം എന്നെ ആൾക്കാരെടുത്തിട്ട് പോയി. അപ്പോൾ അങ്ങനെ കൊണ്ട് കിടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ബ്ലഡ് കണ്ടമാനം പോകുന്നുണ്ട്. കുടലൊക്കെ വെളിയിൽ കണ്ടപ്പം വല്ലാത്ത ഇതായി. അങ്ങനെ എന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോവാണ്. കുടൽ സർജറിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. കുടലിടേണ്ട പൊസിഷനിലല്ല ഇട്ടത്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ എന്നെ ആ സർജറിയൊക്കെ നടത്തി എന്നെ കിടത്തി. പിറ്റേ ദിവസം പത്രമെല്ലാം എഴുതി ഞാൻ മരിച്ചു പോയിരുന്നു. എന്നെ അവിടെ കിടന്ന രോഗികളെല്ലാം വന്ന് കണ്ട് എനിക്ക് കോളറ പിടിപെട്ടു. അങ്ങനെ 53 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടന്നു. വീണ്ടും 6 മാസം വീട്ടിൽ നിന്നിട്ട് വീണ്ടും ആനപ്പണിക്ക് ഇറങ്ങി. പിന്നെ ഇന്ന് വരെ ആനപ്പണി നിർത്തിയിട്ടില്ല. ആന കൊമ്പിൽ കോർത്ത് ഇത്ര തവണ കുത്തി കുടല് വരെ പുറത്ത് വന്നിട്ടും എങ്ങനെയാണ് ഇതിലേക്ക് അതേ തൊഴിലിലേക്ക് തിരിച്ചു വരാൻ തോന്നിക്കുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആനയോട് എനിക്കൊരു വലിയ സ്നേഹവും ബഹുമാനവും, അത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, അതിനെ കൊണ്ട് നടക്കാൻ ഒരു ആരാധന മാത്രമല്ല, അതിനോടൊപ്പം നടക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു അഭിമാനമായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത്. ആനയുടെ കൊമ്പിൽ തൂങ്ങിക്കിടന്ന് ചോര വാർന്ന ഒരവസ്ഥ ഉണ്ടായല്ലോ. പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത ഭയമോ ട്രോമയോ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു ഭീതിയോ ഭയമോ ഇല്ലാത്ത ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. ഇതേ ഗിരീഷൻ എന്ന് പറഞ്ഞ ആനേൻ്റെ അടുത്ത് പിന്നെ പോയിട്ടുണ്ടോ? അന്നത്തെ കാലത്തൊക്കെ പറയാം, ആനക്കാരെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ആ ആനയെ രണ്ടാമത് ആ ആനക്കാരൻ കയറിയാൽ ആന നഷ്ടപ്പെടും എന്നൊരു അന്ധവിശ്വാസമല്ല, അങ്ങനൊരു വിശ്വാസം മനുഷ്യരിലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നതൊന്നുമില്ല കേട്ടോ. അന്നത്തെ കാലത്തുള്ളത് കൊണ്ട് ഇതിനെ എനിക്ക് തരാൻ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റേഷൻ കടയിൽ നിന്നോളാൻ. ഞാൻ പറഞ്ഞു എനിക്ക് റേഷൻ കടയിലോ വീട്ടിലോ ജോലിക്കോ ഒന്നും നിൽക്കാൻ ആഗ്രഹം, എനിക്ക് ആനപ്പണി എടുക്കാൻ ആഗ്രഹം. ഈ ആനപ്പണിയിലേക്ക് വന്നപ്പോഴേ ആദ്യം പഠിച്ച കാര്യങ്ങൾ, ആദ്യം പരിശീലനം ലഭിച്ചത് എന്തിലൊക്കെയാണ്? ആദ്യം എനിക്ക് പരിശീലനം തന്നത് ആനയ്ക്ക് തീറ്റ വെട്ടാൻ. ആനയുടെ വയറ് വിശക്കാൻ പാടില്ല. വെള്ളവും തീറ്റയും ഉണ്ടെങ്കിൽ ആനയ്ക്ക് ക്ഷീണമില്ല. നമ്മൾ കൊടുത്തെങ്കിലേ അത് തിന്നുള്ളൂ. പിന്നെ ആനയെ കഴുകാൻ ചകിരി മുറിക്കാൻ പഠിപ്പിക്കുക. 10-15 മിനിറ്റ് കഴുകി കഴിഞ്ഞാൽ വീണ്ടും അത് ചെത്തണം. ഇതിൻ്റെ ആര് തെളിയും. അപ്പോൾ അത് വീണ്ടും പിച്ചാത്തിക്ക് എത്തിയിട്ട് വേണം ഇതിനെ കഴുകാൻ. അപ്പോൾ ഒരു ആനയെ ഒരു ദിവസം കഴുകുമ്പോൾ 10-12 പ്രാവശ്യമെങ്കിലും ഈ ചകിരി മുറിക്കണം. ഒരു തേങ്ങയ്ക്ക് 3 ചകിരിയെ കിട്ടത്തുള്ളൂ ആനയെ കഴുകാനാണെങ്കിൽ. അത് വീതിയിൽ കിട്ടണം. അത് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ ആനയെ കഴുകാനുള്ള പരിശീലനം. ആ പരിശീലനം കഴിഞ്ഞാൽ ആനയുടെ മുകളിൽ കയറാൻ, മുകളിൽ കയറി ഇരിക്കാൻ. മുകളിൽ കയറി ഇരിക്കണമെങ്കിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഇരിക്കസ്ഥാനത്ത് ഇരുന്നെങ്കിലേ നമുക്ക് ശരിക്കും ഇരിക്കാനൊക്കത്തുള്ളൂ. അതല്ല, അതിൻ്റെ മുന്നിലേക്കായി പോയാൽ കൈക്കുത്തന്നായി. അതായത് ഒരു നട ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നട ഇങ്ങനെ പൊങ്ങും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇരിക്കാൻ പാടില്ല, ഇരിക്കസ്ഥാനത്ത് ഇരിക്കാം. ചിലർ അറിയാൻ വയ്യാത്തവർ കഴുത്തിനിരിക്കുന്ന വലിയ അപകടമാണ്, വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കയറുണ്ടാവും, കയറ്റി കാലിട്ട് വേണം ഇരിക്കാൻ. ആ ഇരിക്കസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും? മുൻകാലിൻ്റെ കഴുത്തിൻ്റെ മുൻകാലിൻ്റെ മുകളത്തെ എല്ലിൻ്റെ അംശം വരുമല്ലോ, കഴുത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരും ഇരിക്കസ്ഥാനം. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാലനക്കാൻ പഠിക്കണം. കാലിങ്ങനെ കയറെ അനക്കാൻ പാടുള്ളൂ, അല്ലാതെ ഈ തള്ളവരലുകൊണ്ട് കുത്താൻ പാടില്ല. കയറ് അനക്കിയിട്ട് വേണം എന്ത് ജോലി വേണേലും ചെയ്യിപ്പിക്കാൻ ആനയെ കൊണ്ട്. ഒരാളെ കൊല്ലിക്കാം, ഈ വണ്ടി വേണേൽ കുത്തിക്കളയാം, ഒരു മരം മറിച്ചിടാം, എന്ത് വേണേൽ ചെയ്യിക്കാം.
തടി പണിയുന്ന തടി ആനയെ കൊണ്ട് വലിച്ചു വെപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആനക്കാർ ആനയുടെ മുകളിലിരുന്ന്. സിനിമ കണ്ടിട്ടുണ്ട്. സിനിമയിലല്ല, അല്ല നാട്ടുമ്പുറത്ത് കാണണം. അത് അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുന്ന. കാലനക്കിയാൽ എന്ത് വേണേൽ ചെയ്യാം. ഈ കാലനക്കിയാൽ കൊല്ലാന്ന് പറയുന്നത് എങ്ങനെ? എല്ലാം എന്ത് വേണേൽ ചെയ്യാം. ഒരാളെ കൊല്ലണേലും ചെയ്യാം, ഒരാളെ കൊല്ലിക്കണേൽ കാലനക്കിയാൽ മതി. ചെയ്യുവാന ആനയുടെ മുകളിലിരുന്ന് വേണേൽ കാലനക്കി ഇരുത്താം, കിടത്താം, ഒക്കെ ചെയ്യാം. ഈ നായ്ക്കളൊക്കെ പരിശീലിപ്പിക്കുന്നതേ അതിനെന്തെങ്കിലും പ്രത്യുപകാരമായിട്ട് എല്ലും കഷ്ണമൊക്കെ കൊടുത്തിട്ടായിരിക്കും. ആ തരത്തിൽ ആനയ്ക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ച് നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റുമോ? അത് വെറും പേടി കൊണ്ടാണോ ആന നമ്മൾ അനുസരിക്കുന്നത്? ഒരിക്കലും ഭയം കൊണ്ട് മാത്രമല്ല ആനക്കാരന് ഒരാന കീഴ്പ്പെടുന്നത്. ഈ ആനക്കാരന് ആനയുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ അതിന് ശിക്ഷ കൊടുക്കാം, ഭക്ഷണം കൊടുക്കാം, അതിന് ലാളിത്യം ഉണ്ടാക്കാം, എല്ലാം വേണം. എല്ലാം ഇതിനകത്ത് വേണം. നായ്ക്കൾക്ക് എല്ലും കഷ്ണം കൊടുക്കുമ്പം ആനകൾക്ക് ഉപ്പുമാങ്ങ കൊടുക്കാം, കല്ലുപ്പ് കൊടുക്കാം. നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് വരാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഉപ്പുമാങ്ങ എന്ന് പറയുന്നത്. ഉപ്പുമാങ്ങ എന്നും നമ്മൾ കൊടുക്കുന്ന സാധനമല്ല. ആനയുടെ ശരീരത്തിൻ്റെ തണുപ്പിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഈ പഴങ്ങളൊക്കെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് പൊതുവായിട്ടത് പറയാനൊക്കത്തില്ല. നാട്ടാനകൾക്ക് പൊതുവേ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തെങ്ങോലയും പനമ്പട്ടിയും തന്നെയാണോ? തെങ്ങോലയും കൊടുക്കും, പനമ്പട്ട കൊടുക്കും, തെങ്ങും തൈകൾ കൊടുക്കും. അതായത് ചോറ് ഉള്ള മൂത്തതല്ല, അല്ലാതുള്ള ചെറിയ ചൊട്ട തൈകൾ. അതായത് അതിൻ്റെ ചോറ് പൊട്ടിച്ച് തിന്നാം. ചെറിയ പന നമുക്ക് കൊടുക്കാം. പിന്നെ വാഴപ്പിണ്ടി കൊടുക്കുന്ന ആനകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുല്ല്, നമുക്ക് ഈ പശുക്കൊക്കെ കൊടുക്കുന്ന പുല്ലുണ്ട്, ആനകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ കൊടുക്കുന്നത് ചോറ്, പിന്നെ ചെറുപയർ, ഈത്തപ്പഴം, അവൽ, അതേപോലെ തന്നെ ആടിൻ്റെ ലേഹ്യം കൊടുക്കാറുണ്ട്, ചമനപ്രാശം കൊടുക്കാറുണ്ട്. പിന്നെ ഈ പയർ പൊടിച്ചിട്ട് ചോറ് വെച്ച് കൊടുക്കാറുണ്ട്, ചെറുപയർ. ഈ ചവനപ്രാശ്യം ഒക്കെ ഇതിൻ്റെ ദഹനത്തിന് പ്രശ്നമാണെന്നൊക്കെയാണ്. ദഹനത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. അത് ക്രമത്തിലധികം കൊടുക്കുന്നത് കൊണ്ടാണ്. ചിലപ്പം നമ്മൾ വിചാരിക്കും ഇത് ആന ഇത്രയും വലുത് 10,000 കിലോ ഉള്ളതല്ലേ, ഒരു 2 കിലോ കൊടുക്കാമെന്ന് വിചാരിക്കും. കൊടുക്കാൻ പാടില്ല. കൂടി വന്നാൽ ഒരു 1/2 കിലോ, ഇതിൽ കൂടുതലൊരു ആനയ്ക്ക് ഒരു ദിവസം കൊടുക്കാൻ പാടില്ല. 10-35 ദിവസം റെസ്റ്റ് എടുക്കും. ഈ ജൂലൈ മാസത്തിലാണ് ഇപ്പോൾ അതിന് സുഖചികിത്സ എന്ന് പറയും, അത് നമുക്ക് കൊടുക്കാം. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിന്നുക, കുളിക്കുക, കുടിക്കുക, ഒരിടത്ത് നിൽക്കുക, കിടന്നുറങ്ങുക, സ്വസ്ഥമായിട്ട് നിൽക്കുക. അത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴേ ഈ താറിട്ട റോട്ടിൽ കൂടിയല്ലേ ഈ ഇറ്റങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ കാലിൻ്റെ അടിഭാഗം ഭയങ്കര നേർത്തതാണെന്നും താറിട്ട റോഡുകളിലൂടെ ചുട്ടുപൊള്ളുന്ന റോഡുകളിലൂടെ കൊണ്ടുപോകുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ നിങ്ങളെങ്ങനെയാണ് മറികടക്കുന്നത്? ഞങ്ങൾ പരമാവധി ഈ ടാർ റോഡിൽ കൂടെ വെയിലത്ത് എഴുന്നള്ളിച്ച് നടക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടത്തില്ല. കമ്മിറ്റിക്കാരോട് പറയും. ഈ ഫോറസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല ഓരോ സജഷൻസ് വന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇപ്പോൾ അത് നിയന്ത്രണമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത 12 മണിക്ക് എഴുന്നള്ളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി. ആന എത്ര നേരം ഉറങ്ങുക? അതിന് എത്ര ഉറക്കം ആവശ്യം? കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങും. ഉറക്കക്ഷീണം കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അതിൽ കൂടുതൽ സമയം ഉറങ്ങും. കാരണം ഇത് ഒരു വശം, ഇടത്തെ വശം ഇപ്പോൾ കിടന്നു എന്നിരിക്കട്ടെ, കിടന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോൾ ഇത് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ആഹാര സാധനങ്ങളൊക്കെ കഴിക്കും. കുറച്ച് തിന്ന് കഴിയുമ്പം മറുവശം കിടക്കും. ഒരേ വശം ഒരേപോലെ ഒരുപാട് സമയം കിടന്ന് കഴിഞ്ഞ് ചൂട് എഫക്റ്റ് ചെയ്യും. പക്ഷെ എണീച്ചിട്ട് 2 പുറവും കിടന്ന് ഉറങ്ങുവാൻ അത് നല്ലപോലെ കൂർക്കം വലിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ടൈമുണ്ട്. പുലർച്ചെ ഒരു 4 മണി 5 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന അത്ര വിശ്വാസമുള്ള ഒരു സ്ഥലത്തേ അത് കിടന്നുറങ്ങത്തുള്ളൂ. അല്ലേ നിന്നുറങ്ങും. നിന്നെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സമയം ശരിക്കും കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ശരിക്കും കിടന്നുറങ്ങും. ഈ ആന തുമ്പിക്കൈ വായിലോട്ടിട്ടാണ് ഉറങ്ങുന്നതെന്ന് കേട്ടോ, സത്യം തന്നെയാണ്? തുമ്പിക്കൈ വായിലോട്ടൊന്നും ഇട്ടിട്ടല്ല കിടക്കുക. അത് തുമ്പിക്കൈ ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കും. ഈ തുമ്പിക്കൈ 2 ദ്വാരങ്ങളുണ്ടല്ലോ, ഉറുമ്പ് കയറാതിരിക്കും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ പ്രാണികൾ കയറിയാൽ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പെട്ടെന്ന് അതിന് എടുത്ത് കളയാൻ പറ്റും. അത് വലിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഭയങ്കര എഫക്റ്റിൽ ഇത് വലിക്കുക, അത് പോകാൻ പറ്റും. പക്ഷേ ഇത് കയറി കഴിയുമ്പോൾ ഇതിനൊരു വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നതുകൊണ്ട് കൈ ചുരുട്ടി വെച്ചിട്ടേ കിടക്കത്തുള്ളൂ. കൈയുടെ ഈ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുണിക്കൈയുടെ ഇവിടെ ഈ 2 ദ്വാരവും ഇതിനോട് ചേർന്നിരിക്കും, ഇങ്ങനെ ഇരിക്കും. അത് അടഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ അതിനകത്തൊന്നും കയറാൻ പറ്റില്ല. പൊതുവെ മനുഷ്യ സംസർഗം ഏൽക്കാൻ ഇഷ്ടമില്ലാത്ത ജീവിയാണ് ആന എന്നാണ്
കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടാനകൾ മനുഷ്യരുമായി ഇടപഴകി ജീവിക്കാൻ വിധിക്കപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളൊരു ശരിക്കും ആ ഒരു വന്യജീവിയുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ ഒരു പാപ്പാന്? സ്വൈര്യവിഹാരം നടത്തി ജീവിക്കുന്ന ഒരു വന്യമൃഗമാണ് ആന കാട്ടിൽ. അതിനെ യഥോഷ്ടം കാട്ടിൽ വിഹരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാട്ടിലെത്തി കഴിയുമ്പം ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. നമ്മൾ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദണ്ണം കൊണ്ടാണ് കൊണ്ടു നടക്കുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലാണ് കൊണ്ടാണ്, അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല. അപ്പം നമ്മളെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആജ്ഞ അനുസരിച്ചാണ് പോകുന്നത്. അത് അതിൻ്റെ ഇഷ്ടമല്ല. അതിന് എത്ര തൃപ്തികരമാണോ? അല്ല. അപ്പം നമ്മുടെ ശിക്ഷണം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനുമായിട്ട് പെരുമാറുന്നതുകൊണ്ടാണ് ആ രീതിയിൽ പോകുന്നത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആനക്കാരൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ പഴമക്കാർ പറയുന്നത് കയ്യും വടിയുമായിട്ടുള്ള ബന്ധമുള്ളൂ ആനയെന്നാണ് പറയുന്നത്. വാസ്തവമാണ്. സ്നേഹബന്ധം അതിനായിട്ട് സാധ്യമല്ലല്ലോ. സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിസ്സാര കാര്യത്തിന് വയലൻ്റ് ആകുന്ന ഒരു മൃഗമാണ് ആന. അപ്പോൾ അത് ഏത് സമയത്തും ഒരു അപകടകാരിയാണ് എന്നുള്ളൊരു സങ്കല്പം ഏതൊരാളിനും ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ മദം പൊട്ടിയ ആനേനോട് അപ്പു നിൽക്കടാന്നൊക്കെ പറഞ്ഞ് വികാരാധീനനായി പറയുമ്പം ഒരിക്കലും ഒരു ആന നിൽക്കില്ല അല്ലേ? ഉടമസ്ഥൻ, കാശ് മുടക്കിയ ഒരു ഉടമസ്ഥനായിരിക്കും ഈ പറയുന്നത്. അപ്പോൾ എടാ നിൽക്കടാ, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. അദ്ദേഹത്തിൻ്റെ പൈസയാണത്. അദ്ദേഹവും ആ സമയത്ത് എന്നാൽ ചിലപ്പം മറിച്ചായിരിക്കും ആനയുടെ പ്രതികരണം. മതപ്പാടെന്ന് പറയുന്നത് അഹങ്കാരമാണ്. ആ അഹങ്കാരം പ്രകടമാക്കാൻ അതിന് കിട്ടുന്ന ഒരു അവസരം ഏത് സമയത്തും വിനിയോഗിക്കും, ആരോടും വിനിയോഗിക്കും, എന്തിനോടും വിനിയോഗിക്കും. അല്ലെങ്കിൽ ഓടിപ്പോകുന്ന വണ്ടിയെ കുത്തണോ മതപ്പാടുള്ള ഒരു ആന കൈവിട്ടു പോയാൽ? ഈ ഇടഞ്ഞ ആന അല്ലെങ്കിൽ മതം പൊട്ടിയ ആനേനെ ഒരിക്കലും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ലല്ലോ, പേടിപ്പിച്ചിട്ട് മാത്രമല്ലേ ഒരിക്കലും സാധിക്കത്തില്ല. മതപ്പാടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സമയത്ത് അതിന് 8 അവയവങ്ങൾ കൊണ്ട് ഒരേപോലെ അതിനെ നമ്മളെ ഉപദ്രവിക്കാം. അതായത് നാടാ അമരം 4, മുൻകാലും പുറയിലത്തെ കാലും അത് 4, തുമ്പിക്കൈ 5, കൊമ്പ് 2, വാൽ 1. അത് വാലിന് വേണമെങ്കിൽ നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ പിടിക്കാം. നമ്മളൊരാളെ വേണമെങ്കിൽ വരിഞ്ഞു മുറുക്കുന്ന പോലെ മുറുക്കി വെച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കാം. നടയെ അമരം കൊണ്ട് ഇതിൻ്റെ നഖമെന്ന് പറയുന്നത് ബ്ലേഡ് മാതിരിയാണ്. നമ്മളെ ഒരു ചവിട്ടിയാൽ നമ്മൾ ഇല്ലാണ്ടാകും. കൈ കൊണ്ടൊരടി അടിച്ചാൽ നമ്മൾ ഇല്ലാണ്ടാകും. ഒരടി കൊണ്ടിട്ട് നമുക്ക് ദൂരെ പോയി വീണ് നമുക്ക് അപകടങ്ങൾ പറ്റാം, ചിലപ്പോൾ മരിക്കാം. ചവിട്ടിക്കഴിഞ്ഞാൽ നോക്കുകയേ വേണ്ട, ആള് മരിച്ചത് തന്നെ. എത്ര നമ്മൾ പേടിപ്പിച്ച് നിർത്തിയാലും എത്ര ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ ഇടഞ്ഞാൽ അതിനിത് ഓർമ്മയിൽ വന്ന് അത് പിൻവാങ്ങാനുള്ള സാധ്യത ഉണ്ടോ? വളരെ കുറവാണ്. അത് പിൻവാങ്ങാനുള്ള ഒരു പ്രവണത വളരെ കുറവാണ്. നമ്മളെയും കൊണ്ട് ആന വഴക്കുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെ ധിക്കരിച്ചുകൊണ്ടാണ് വഴക്കുണ്ടാക്കുക. ആനകളുടെ ചില സാഹചര്യങ്ങളാണ് ആനകൾ വഴക്കുണ്ടാക്കുന്നത്. ചിലപ്പം ഇപ്പോൾ ഒരിടത്ത് ഒരു ആനയെ നിർത്തിയിരിക്കുക, പുറമേ ഉള്ള ഒരാൾ വെറുതെക്കാരൻ ഒരാൾ വന്നിട്ട് ആനയെ തൊടുക, അയാളെ ആയിരിക്കും ആന ചെയ്യുക, ആനക്കാരനായിരിക്കും അടുത്തേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുന്ന സ്ഥലത്തെ കേസാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇത് ചെയ്യുമ്പം അയാളെ ചെയ്യുന്നത് ഇയാൾക്ക് കിട്ടും. പൊതുവെ മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ പറയല്ലോ, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ തുമ്പ് വരെയാണ്. അതുപോലെ ഒരു ആനയോട് നമ്മൾ മിനിമം പാലിക്കേണ്ട അകലം, അതിൻ്റെ ഒരു ലിമിറ്റ് എത്രയാണ്? അതായത് സാധാരണക്കാരൻ ആനയെ പൂരപ്പറമ്പുകളിൽ എഴുന്നള്ളിപ്പ് സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ 25 മീറ്റർ അകലെയെങ്കിലും നിൽക്കണം. 2 മീറ്ററോളം ഇതിൻ്റെ കൈ എത്തും. ആ എത്തുന്ന ദൂരത്തിനേക്കാൾ കുറച്ചുകൂടി ദൂരം നിന്നെങ്കിൽ മാത്രമേ അതിന് അപകടമില്ലാതിരിക്കത്തുള്ളൂ. പെട്ടെന്നായിരിക്കും ആന മുന്നോട്ട് ചാടുന്നത്. ഇപ്പോൾ ഇയാൾ നേരെ മുന്നേ നിൽക്കുകയാണെങ്കിൽ അപകടമായില്ലേ. അപ്പോൾ കുറച്ച് അകലെ നിൽക്കുകയാണെങ്കിൽ അപകടം ഒഴിവാകാം. ഒരു ആനയുടെ മുന്നിൽ മനുഷ്യർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണക്കാരനായ ഒരാൾ ആനയുടെ അടുക്കൽ ഒരാനക്കാരൻ്റെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല. ഒരാന ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുക, അതിനെന്നാ ഇച്ചിരി തീറ്റ കൊടുക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. ഇപ്പോൾ ഒരാനയെ ഒരിടത്ത് കെട്ടിയിരിക്കുക, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് കെട്ടിയിരിക്കുന്നതാണ്. അതുവരെ അതിന് സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ കൊണ്ട് നടക്കുന്നിട്ട് അതിനെ കൊണ്ട് കെട്ടുമ്പോൾ അതിനൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, സമാധാനപരമായിട്ട് തിന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയാണ് അതിനെ ഒരിടത്ത് കൊണ്ട് കെട്ടുന്നത്. അതിൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്തിട്ട്. അതെ. അപ്പോൾ അതിന് അവിടെ അതിന് സ്വൈര്യമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ആളെ വിടുവോ? ഒരു കാര്യം പറഞ്ഞു, ആനയുടെ അടുത്തേക്ക് പോകരുത്, അതിന് തീറ്റ കൊടുക്കരുത്. പിന്നെ ആനകൾ എഴുന്നള്ളിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ആനകളുടെ തൊട്ടടുത്തുകൂടി പാസ് ചെയ്യുക, ആനയുടെ വാല് പിടിക്കുക, ആനയുടെ ശരീരത്ത് തൊടുക, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്.
ചില ആനകൾക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല, മറ്റൊരാൾ വന്ന് തൊടുന്നത് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ തന്നെയുമല്ല, എഴുന്നള്ളിപ്പ് സ്ഥലങ്ങളിൽ ആനകൾ മുഷിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അതായത് ഈ ഒന്ന് ചൂട്, പിന്നെ തലയെക്കെട്ട് കെട്ടി കോലവും കയറ്റി ഇരിക്കുന്ന 4 പേര്, ചുറ്റും ആളുകൾ. അപ്പോൾ ഇതിനെ കൂടുതൽ ചൂട് ഇതിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ചൂട് വരുമ്പം ഇതിന് കുറച്ച് മാനസികമായിട്ടുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈ സമയത്തായിരിക്കും ഒരാൾ വന്നിട്ട് ഈ ആനയെ തൊടുന്നത്. അത് ചില ആനകൾക്ക് താല്പര്യപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ തന്നെ ആളെ തട്ടിയിടാനുള്ള ശ്രമം നോക്കും, നടത്തിയിരിക്കും ചില ആനകൾ. ഈ ആനയ്ക്കുണ്ടല്ലോ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അതിനൊരു അനിഷ്ടം അത് പ്രകടിപ്പിക്കുന്ന തുടക്ക രീതികൾ എങ്ങനെയാണ്? ഇടയുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും? അതിൻ്റെ കണ്ണിൻ്റെ ഒരു ദൃഷ്ടി, അതായത് നല്ല തുറച്ചു നോക്കുവാൻ, ചെവി ഇങ്ങനെ പിടിക്കും, അപ്പോൾ വാല് കയറ്റി വയഴപ്പുറത്തൊക്കെ അടിക്കും. ഇതാണ് അതിൻ്റെ സവിശേഷത. ചെവി വിടർത്തി പിടിക്കും, ചെവി ഇങ്ങനെ നേരെ മുന്നോട്ട് എടുത്തു പിടിച്ച് കണ്ണ് തുറച്ച് നോക്കി, വാലും അതേപോലെ അതിനൊക്കെ ഈ വേഴപ്പുറത്ത് കയറ്റി അടിക്കുവാൻ. ഞാൻ ഇന്നത് ചെയ്യാൻ പോവുകയാണ് എന്ന് കാണിച്ചു തരുന്ന ആനയുണ്ട്, ചിലത് ഇതൊന്നും കാണിക്കാതെ പെട്ടെന്ന് അപകടം ഉണ്ടാക്കുന്ന ആന. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പുലർത്തുന്ന ജാഗ്രത എന്താണ്? ആദ്യം ജാഗ്രത, നമ്മൾ ആദ്യം തന്നെ ആനകളെ എഴുന്നേൽപ്പ് സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ നട രണ്ടും കൂടി ബന്ധസ് ചെയ്യാൻ നോക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അനിഷ്ടം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിതിൻ്റെ നട ഇടച്ചങ്ങലെന്നാണ് പറയുക, അത് ബന്ധസ് ചെയ്യും. പിന്നെ അമരത്ത് മുട്ടിയങ്ങലുണ്ട്, അതിനും ബന്ധസ് ചെയ്യാം. പിന്നെ മെയ്ച്ചങ്ങലുണ്ട്, മെയ്ച്ചങ്ങല വെച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു അപകടം ഇങ്ങനെ ഓടിപ്പോയി, അതിന് നമുക്ക് എളുപ്പമൊന്ന് ബന്ധസ് ചെയ്യണം. ഓടിപ്പോയ കൂട്ടത്തിൽ മെയ്ച്ചങ്ങല തട്ടിയിട്ടാൽ എവിടെയെങ്കിലും ഒരു മരത്തെ കൊളുത്താം. അത് കൊളുത്താൻ നമ്മുടെ കൂട്ടത്തിൽ, അതിനാണ് വേറെ 2 പേരും കൂടി ഈ ആനയോടൊപ്പം 3 ആൾ വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നതിൻ്റെ കാരണം അതാണ്. ചിലത് ചങ്ങല തട്ടിക്കഴിഞ്ഞാൽ തിരിഞ്ഞ് വയ്ക്കും, നമ്മളെ ഓടിക്കും. അങ്ങനെയുള്ളതിൻ്റെ ചങ്ങല തട്ടാൻ പാടില്ല. അങ്ങനെയുള്ള ആനകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ തോട്ടി കൊണ്ട് കുത്തിച്ചൊക്കെ നിർത്താമെന്ന് വിചാരിക്കാം. ചില സമയത്ത് പറ്റും, ചില സമയത്ത് പറ്റില്ല. ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ആന വരണ്ടോടി ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പൊതുവായിട്ട് ഈ ആന വരണ്ടോടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കഴക്കൂട്ടത്തൊരു എഴുന്നള്ളിപ്പിന് പോയി, നേരെ മുകളിലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പടക്കം കത്തിക്കുക. ഞാൻ ആനയെ പെട്ടെന്ന് പിടിച്ചു മാറ്റിയോണ്ട് ആ നമ്പൂരിയുടെ തല കത്തിയില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പുറമേയുള്ള ആൾക്കാരുണ്ടാക്കുന്ന ദുരന്തമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന, ചിലപ്പോൾ ഒരു കുട നൂർത്താൽ മതി പോകുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ പറഞ്ഞാൽ മതി, ചില ആന ഓടിപ്പോവും. നിസ്സാര കാര്യങ്ങളാണ്. അപ്പം ചിലതൊക്കെ ഈ മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്ന വിനയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. അതെ, അതിന് അത്രയും ശ്രദ്ധയോടുകൂടിയാണ്, ബഹുമാനത്തോടു കൂടിയും, അതെ, ബഹുമാനവും സ്നേഹവും എല്ലാം വേണം പെരുമാറേണ്ട ഒരു ജീവിയാണ് ആന. ഇടയലും അതുപോലെ തന്നെ മദം പൊട്ടലും രണ്ടും രണ്ടല്ലേ? 15-14 വയസ്സിൽ ഇനി ആരംഭം, അതായത് മതപ്പാടിൻ്റെ ആരംഭഘട്ടത്തിൽ ഇനി ചെളിയാണ് ചാടുക. അതായത് ഒരു വല്ലാത്ത സ്മെല്ലുള്ളൊരു ചെളിയാണ് ഇതിൻ്റെ കന്നദ്വാരം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ ബാക്കിലായിട്ട് മതഗ്രന്ഥികളുണ്ട്. അവിടെ ഒരു കന്നദ്വാരമുണ്ട്, 2 സൈഡും 2 ഹോളുകളാണ്. ആ ഹോളിൽ കൂടാണ് ഈ മതജലം വരിക. അപ്പോൾ ഈ ആദ്യത്തെ മുടയിൽ ചില ആനകൾക്ക് വലിയ കുഴപ്പങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ചില ആനകൾ ഇതിങ്ങനെ കൈകൊണ്ട് വാടയെടുക്കും, മണത്ത് നോക്കും. അതിന് ആനക്കാരുടെ ഭാഷ പറയുന്നത് വാടയെടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിന് മനസ്സിലായി എനിക്ക് ഇന്നതാണ് സംഭവം. അപ്പോൾ ഒരു വലിയൊരു അഹങ്കാര ശൈലിയായി. ചിലപ്പോൾ നമ്മളെ ഓടിക്കാം, ചിലപ്പോൾ നമ്മളെ ഓടിക്കാതിരിക്കാം. ചില ആനകൾ നമ്മളത് കണ്ടറിഞ്ഞു കൊണ്ടുവന്ന് ആനയെ ബന്ധസ് ചെയ്യണം. അത് അധിക ദിവസമൊന്നും ഒലിക്കത്തില്ല. ആദ്യത്തെ ആ മോഡൽ അധിക ദിവസം ഒലിക്കത്തൊന്നുമില്ല, ചിലപ്പോൾ 1-2 ദിവസം ആണ് ഒലിക്കും. അടുത്ത വർഷം ഇതേ ടൈമിൽ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ട് കെട്ടിയില്ല എങ്കിൽ അപകടം. മതപ്പാടായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളോ? മതപ്പാട് കന്നത്തോട് ഒലിക്കും, 2 കന്നത്തൂടെയും മതജലം ഒലിക്കും. പിന്നെ അതിൻ്റെ വായുവിൽ കൂടി മതജലത്തിൻ്റെ അംശം പോവും, മൂത്രത്തിൽ കൂടെ പോവും. മതപ്പാട് ഒലിവായി കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങനെ ഇറക്കത്തില്ല. മൂത്രം എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ വീണ അതിൽ കൂടി മതജലത്തിൻ്റെ അംശം പോവും. പിന്നെ രോമകണങ്ങളിൽ കൂടി മതജലത്തിൻ്റെ അംശം പോവും. അങ്ങനെ 4 ഭാഗങ്ങളിൽ കൂടി ഈ മതജലത്തിൻ്റെ അംശം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഈ 2 സ്ഥലങ്ങളിൽ. ഈ മതപ്പാടില്ലേ
വർഷത്തിൽ ഒരിക്കലാണോ ആന കൊമ്പനാന കാണിക്കുക? വർഷത്തിലൊരിക്കൽ വരും. കൊമ്പനാനകൾക്കും വരും, മോഴയാനകൾക്കും വരും. മോഴയെന്ന് പറയുന്നത് കൊമ്പില്ലാത്ത ഒരു വർഗ്ഗമുണ്ട്, അത് ആണാനയാണ് ശരിക്ക്. അതിനും മദപ്പാട് വരും. പിടിയാനകൾക്ക് മാത്രമേ ഉള്ളൂ മദപ്പാട് വരാത്തത്. മദപ്പാട് അതേ മാസം തന്നെ വരും. അതിന് വേറെ ശാരീരികമായിട്ടുള്ള യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പം ആ സമയങ്ങളിൽ എഴുന്നള്ളിപ്പിനൊന്നും അതിനേക്കാൾ മദപ്പാട് വരുന്നതിനേക്കാൾ 10 ദിവസത്തേക്ക് മുമ്പ് ആനകളെ കെട്ടണം. ചില ആനകളെ കന്നം നനഞ്ഞതിന് ശേഷം കെട്ടി ഉറപ്പിക്കാം. ചില ആനകളെ കന്നം ഒലുവായതിന് ശേഷം കെട്ടി ഉറപ്പിക്കാം. ചില ആനകളെ കന്നം നനയുന്നതിന് മുമ്പ് 10 ദിവസത്തേക്ക് മുമ്പേ കെട്ടണം. അത് അത്രയും പ്രശ്നക്കാരനായിരിക്കും. അപ്പോൾ ഒന്ന് ആനയുടെ കണയുടെ ഭാഗം വീർത്ത് വരും. കണയെന്ന് പറയുമ്പോൾ അതിന് മൂത്രം ഒഴിക്കുന്ന ആ കണയുടെ ഭാഗം പുറകുവശം വീർത്ത് വരും. വീർത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കണകൾ എപ്പോഴും പുറത്തേക്കിട്ട് മതം ആകുന്നതിന് മുമ്പ് ഉള്ള ഒരു പ്രവണതയാണ്. ഏതൊരു ആനയുടെ മൂത്രങ്ങൾ കണ്ടാലും ഇത് തൊട്ട് നക്കാൻ പോകും. ഇതിൻ്റെ ഈ അണ്ണാക്കിൻ്റെ അവിടെ 2 ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരത്തിൽ കൊണ്ടുവച്ചിട്ട് ശ്വാസം പിടിക്കും. അതേപോലെ തന്നെ അതിൻ്റെ കണ്ണുകൾക്ക് വ്യത്യാസം വരും. മദപ്പാടാകുമ്പോൾ ഇതിൻ്റെ കണ്ണുകൾ ഉപ്പൻ്റെ കണ്ണ് മാതിരിയാകും. കാണിച്ചു തരുമ്പോൾ നമ്മൾ അതനുസരിച്ച് പെരുമാറി അല്ലെ അതിനെ കെട്ടുന്നറിയിൽ കെട്ടി ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചാൽ പിന്നെ അതിനെവിടെ ഇറക്കില്ല, അങ്ങനെയാണോ ചെയ്യുക? അങ്ങനെയാണ് പതിവ്. പിന്നെ ഇടയുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ ചില പൂരപ്പറമ്പുകളിലൊക്കെ ആനയുടെ മുകളിൽ കയറിയിരിക്കുന്നത് ഈ കൊട ആനയുടെ തണ്ടലിന് വെക്കും. നട്ടലിൻ്റെ അവിടെ നിന്ന് വെള്ളോട്ടുള്ള ആ തണ്ടല്ലേ വെക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഉരുണ്ട് പോരും. കൊട ഉരുണ്ട് പോകുമ്പോൾ അത് തന്നെ ഒന്ന് കുലുക്കും. ഇതെന്താ ഉരുണ്ട് വരുന്നത്? അത് മതി കാരണം. ഇതൊരു നല്ലൊരു കുലുക്കുലുക്കെ ഈ 2 എണ്ണം തറയെ വീണു, ഉടനെ അവിടെ പ്രശ്നമായി. ഒന്നിൽ അമരത്തിനടിച്ചു, അല്ലെ അമരത്തിന് തട്ടി, അല്ലെ നടക്കി ചവിട്ടി. അപ്പോഴത്തേക്ക് ആനക്കാരൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇതിനെ ചിലപ്പം വിട്ടുപോകാൻ സാധ്യതയുണ്ട് ചില ആനകളൊക്കെ. അപ്പോൾ ഇതാരാ ഉണ്ടാക്കുന്നത്? മുകളിലിരിക്കുന്നവരാണ്. അപ്പോൾ ഇതൊരു ആനയാണ്, അല്ലെ ഞാൻ ആനയുടെ മുകളിലാണ് ഇരിക്കുന്നത്, ഇതൊരു വന്യമൃഗമാണ് എന്നുള്ളൊരു മനസ്സിൽ ആ ആളിന് ചിന്തയുണ്ടെങ്കിൽ ആളിത് ചെയ്യില്ല. എത്ര മെരുക്കിയാലും എത്ര പ്രഗത്ഭനായ പാപ്പാൻ ഉണ്ടെങ്കിലും ഏത് രീതിയിലും സ്വഭാവം മാറാനുള്ള ഒരു സാധ്യത ഉള്ളൊരു ജീവിയാണ് ആന. കണിശമായിട്ടും അതെ. മാസങ്ങളോളം നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് പിടികിട്ടുള്ളൂ, നമ്മുടെ രീതി അതിന് പിടികിട്ടുള്ളൂ. അപ്പോൾ അത് കാണിക്കാൻ പോകുന്നത് ഇന്നതാണ്, അത് ആ സമയത്ത് നമ്മൾ ഇന്ന രീതിയിൽ പെരുമാറണം. ആ പെരുമാറുന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും, വലിയ അപകടങ്ങൾ ഒഴിവായി കിട്ടും. ഇനി ആനയ്ക്ക് ജൈവികമായിട്ട് മെയ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ഈ മതം പൊട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അതിന്ന് നമ്മൾ തടഞ്ഞു നിർത്തുകയല്ലേ ശരിക്കും ചെയ്യുന്നത് അല്ലേ? അല്ല, അത് അങ്ങനെ ഉണ്ടായാൽ പോലും ഇതിന് മദപ്പാട് ഒലിക്കും, അതിൻ്റെ കാഠിന്യം കുറയുന്നു മാത്രമേ ഉള്ളൂ. എണ ചേരാൻ അനുവദിച്ചു കൊടുത്തു എന്ന് കരുതി ഇത് മാറണമെന്നില്ല. മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല. ഇതൊരു 4 മാസമൊക്കെ ഒലിക്കും. 120 ദിവസം, 100 ദിവസം, 90 ദിവസമൊക്കെ ഈ മതജലം ഒലിച്ചുകൊണ്ടേയിരിക്കും. കാട്ടാനകൾക്കും ഒലിക്കും. കാട്ടാനകൾ എന്നാൽ ഇതുങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നതല്ലേ, പക്ഷെ ഒലിക്കും. അതിൻ്റെ കാഠിന്യം കുറയുന്നു മാത്രമേ ഉള്ളൂ. മതം പൊട്ടിയ ഒരാനേനെ ആദ്യം നിങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മതപ്പാട് ആയി, ആനയെ കെട്ടാൻ പറ്റിയില്ല, ആന കൈ വിട്ടു എന്നിരിക്കട്ടെ, അതിനെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുമ്പോഴേ ഇത് ഈ വഴി തെറ്റുന്നത്. ഒരിടത്ത് നിൽക്കുകയാണ്, അവിടെ ചെന്ന് നമ്മളതിനെ ചില ആനകൾ നമ്മളെ അടുത്ത് ചെന്ന് ബന്ധം ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. കഴിവതും പ്രധാനമായിട്ടും ആനകൾക്ക് മദപ്പാടിൻ്റെ ആരംഭം കണ്ടാൽ ആനയെ കെട്ടിയുറപ്പിക്കുക എന്നുള്ളത് ഒരു ആനക്കാരൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിനെക്കുറിച്ച് ഇടിച്ചുകൊണ്ടോ അടിച്ചുകൊണ്ടോ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടോ അതവിടെ നിൽക്കത്തില്ല. നമ്മുടെ മാനാത്തൊരാന മരിക്കാനിടയുണ്ടായ സാഹചര്യം, അതായത് ആന കൈവിട്ടു, പുഴയെ ചാടി, പുഴയിൽ നിന്ന് ആനയെ കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പം മൈക്കൂടി വെച്ചു. സാധാരണ ഒരു പുഴയുടെ വക്കത്തോ ഒരു കുളത്തിൻ്റെ വക്കത്തോ വെച്ച് മൈക്കൂടി വെക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഇത് അവിടെ കരയ്ക്ക് കയറ്റി ആനയെ വെടിവെച്ചു, മൈക്കൂടി വെച്ചു, ആൾക്കാർ അട്ടഹസിച്ചു, ആന രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് അട്ടഹസിച്ച്, പക്ഷേ ഇത് വീണ്ടും പുഴയെ ചാടി മരിച്ചുപോയി. ഈ തോട്ടി പ്രയോഗിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് വരുന്നത്? തോട്ടി നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഒരാളെ കൈകൊണ്ടൊന്ന് അടിക്കുക, അയക്ക് ആ തോട്ടി കൊണ്ട് അതിനെ കൊത്തിച്ച് മാറ്റാം, അപകടത്തിൽ നിന്ന് ഒഴിവാക്കും. ചെവിക്കകത്ത് ഈ തോട്ടിപ്പൈപ്പ് കയറും, അവിടെ തോട്ടിക്ക് കൊത്തിച്ചാൽ ആനകളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അല്ലാതെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആനയുടെ മുകളിൽ ഇരുന്ന് ഉപദ്രവിക്കാൻ, തോട്ടി കൊണ്ട് പ്രയോഗിക്കാൻ അറിയുന്നവന് സാധിക്കും. എവിടേക്കാ അങ്ങനെ തോട്ടി കൊണ്ട് പ്രയോഗിക്കുന്ന മർമ്മങ്ങൾ? എല്ലാം പറയണ്ട, ഞങ്ങൾക്ക് പറിച്ചു തരാൻ പറ്റുന്നത് പറഞ്ഞോളൂ. അത് ഏറ്റവും നല്ലപോലെ ആനയുടെ മുകളിലിരുന്ന്
കഴിവുള്ള ഒരാളിന് അത് സാധിക്കത്തുള്ളൂ. പക്ഷേ ആനയുടെ നടയിലൊക്കെ കൊത്തിക്കണമെങ്കിൽ ആനയുടെ മുകളിലിരുന്ന് നടയുടെ അകത്തുപാട് കൊത്തിക്കാം. കൊത്തിക്കുമ്പം ചിലപ്പോൾ തോട്ടി പിടിച്ചു മേടിക്കുന്ന ആനകളുണ്ട്. അത് കൊത്തിച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തോട്ടി ഊരിയെടുക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടി ഈ ആനക്കാരന് വേണം. ആ പരിചയം കൂടി വേണം. ഇല്ലെങ്കിൽ ആന തോട്ടിയും കൊണ്ട് പോകും. തോട്ടി വ്രണം, ചട്ടവ്രണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ചിലർ ശിക്ഷിക്കും. ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഇരട്ടിയാവും. അപ്പം അതിന് ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കണം, കൊടുത്തേ പറ്റൂ. ഒരു ആനക്കാരൻ്റെ ജീവിതമല്ലേ, ആ ക്രൂരതയെന്ന് അതിനെ ഉപമിക്കാൻ പറ്റില്ല. ഇങ്ങനെ ശിക്ഷിച്ചും ശാസിച്ചും തന്നെ ആനേനെ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ജീവിയാണത്. ചില ആനക്കാർ വരണ്ടോടുന്ന ആനയുടെ വാലിൽ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ശാസ്ത്രീയമാണോ? അത് വാലിൽ പിടിച്ചോടുന്നത് കൊണ്ടൊന്നും തകരാറില്ല, പക്ഷെ അത് വലിയ അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആന മുന്നോട്ട് ഓടുമ്പം പുറകോട്ട് അമരം വരിക. അപ്പോൾ ഈ നടക്കുന്ന കൂട്ടത്തിൽ ഇത് പുറകോട്ടാണ് വരിക. ഇതിൻ്റെ അമരം വന്നിട്ട് നമ്മുടെ വയറിനൊക്കെ തട്ടി അപകടങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ ഓടുമ്പം നമ്മളെക്കാൾ സ്പീഡിലാണ് ഇത് ഓടുക. അത് ഏത് ചതിപ്പിലെങ്ങാനും ചെന്ന് വല്ല പൊട്ടക്കിണറ്റിലോ ചതിപ്പിലോ ചെന്ന് വീണില്ലെങ്കിൽ നിരപ്പുള്ള സ്ഥലത്തോടാണ് എത്ര കിലോമീറ്റർ വേണേലും ഇതിന് ഓടിപ്പോകാം. ചെരിവുള്ള മല പോലുള്ള സ്ഥലത്ത് കൂടി മല പോലുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിക്കയറാൻ പറ്റില്ല. ഇത് ഇപ്പം മല ഇങ്ങനെ നേരെ മലയിലോട്ട് നേരെ കയറാൻ പറ്റില്ല ആനയ്ക്ക്. ആന ഈ നടയുടെ ഇതിനെ 18 നഖമാണ്. ഈ നഖങ്ങൾ ചവിട്ടി ഇങ്ങനാണ് കയറുക. ഇങ്ങനെ കയറിപ്പോകത്തുള്ളൂ. ഒരു കയറ്റം കയറണമെങ്കിൽ നേരെ ഇങ്ങനെ അങ്ങോട്ടും കയറുമല്ല, ഇങ്ങനെ ഓരോ സൈഡ് പിടിച്ച് ഇങ്ങനെ കുറച്ചരിഞ്ഞ് കയറത്തുള്ളൂ. അത് ഈ നട കൊണ്ട് ചവിട്ടുമ്പം ഈ സൈഡ് കൊണ്ട് ചവിട്ടുമ്പോൾ ഈ മണ്ണ് ഇതിൻ്റെ അടിയിലോട്ട് വരും, ഇത് നിരപ്പാകും. അങ്ങനെയാണ് അത് കയറിപ്പോവുക. ആന ഇപ്പം നമ്മൾ ഓടിക്കുകയാണെങ്കിൽ വെട്ടിച്ചോടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ? ഒരിക്കലും ശരിയല്ല. കാരണം ആനകൾ നമ്മളെ ഓടിക്കുമ്പം കൈ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ വാട പിടിച്ചിട്ടാണ് ഇത് നമ്മുടെ കൂടെ വരിക. നമ്മുടെ സ്മെല്ല് അതിനെ കൈ ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മുടെ കൂടെ ഓടി വരിക. നമുക്ക് പറ്റുന്നത് ഒന്നേ ഉള്ളൂ, എവിടെയെങ്കിലും ആനയ്ക്ക് കയറി വരാൻ പറ്റാത്ത മാർഗത്തിൽ നമ്മൾ ചെന്നപ്പെടുക. അല്ലെങ്കിൽ ആന നമ്മുടെ കൂടെ ഉണ്ടാവും. തർക്കമൊന്നുമില്ല, നമ്മളെ ആന കൊന്നിരിക്കും. ഈ ആനയ്ക്കുണ്ടല്ലോ നല്ല ഓർമ്മശക്തി ഉണ്ടെന്ന് പറയുന്നത് നേരാണോ? അതിൻ്റെ ഒരു ഓർമ്മശക്തിയും അതിൻ്റെ ഒരു IQ ലെവലൊക്കെ എങ്ങനെയാണ്? ഓർമ്മശക്തി വളരെ വലുതാണ്. അതായത് ഒരു പ്രാവശ്യം പോയിട്ടുള്ള വർഷത്തിലൊരിക്കൽ പോകുന്ന വീട് അതിന് കൃത്യമായിട്ട് അറിയാം, വഴി വരെ അറിയാം. പുതിയ വഴി വല്ലതും വിട്ടെങ്കിൽ മാത്രമേ അതിനൊരു വ്യത്യാസം വരുത്തുള്ളൂ. ആനയുടെ ഒരു പ്രകൃതത്തിലും ബുദ്ധിയിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വിവേകമില്ലെന്നുള്ളൊരു കാര്യം മാത്രമല്ലേ ഉള്ളില്ലാത്ത. ബുദ്ധി വളരെ വലുതാണ്. അപകടങ്ങൾ ഇതിനെ മുൻകൂട്ടി അറിയാൻ കഴിയും. ഇടി വെട്ടുന്നു, അല്ലെങ്കിൽ ഒരു കാറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ മഴ വരുന്നു, ഇത് മുൻകൂട്ടി അറിയാം. ഇതിപ്പോൾ ഒരു ചെളിക്കുണ്ടി ചെന്ന് താന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നട ഇങ്ങനെ പോവുക, നേരെ താഴോട്ടാണ് പോവുക. അപ്പോൾ ഇത് മേളിലേക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ മടക്കണം, നേരെ തന്നെ വരുത്തില്ല. അപ്പോൾ ഒരിക്കലും അത് കയറാൻ പറ്റത്തില്ല. വെള്ളമില്ലെങ്കിൽ, വെള്ളം ഉണ്ടെങ്കിൽ കയറിപ്പോരും. അപകടത്തിൽ അതങ്ങനെ ചെന്ന് പെടില്ല. പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ പൊതുവെ എല്ലാ മൃഗങ്ങളും നേരത്തെ മനസ്സിലാക്കും, മനുഷ്യനേക്കാൾ മുന്നേ എന്ന് പറയുമല്ലോ. ആ ഒരു ശേഷി ആനയ്ക്കുണ്ട്. ആന ഒരു ദിവസം എത്ര ഭക്ഷണം കഴിക്കും, എത്ര വെള്ളം കുടിക്കും? 250 കിലോ പനമ്പട്ട ആനയ്ക്കൊരു ദിവസം തിന്നാൻ വേണം. അതിലേതാണ്ട് ഒരു 50 കിലോ എങ്കിലും വേസ്റ്റായിട്ട് പോകും. പനമ്പട്ടയിലും ഓലയിലും നിറയെ നാരുള്ളത് കൊണ്ട് അതിന് ശരിക്കും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണമല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇത് നാര് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ മുറിച്ചാണ് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി പീസുകളാക്കിയാണ് ആനകൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പുല്ല് ധാരാളമായി കിട്ടുന്നുണ്ട്. പുല്ലാണിപ്പോൾ ഏറ്റവും കൂടുതൽ ആനകൾക്ക് ആഹാര സാധനമായിട്ട് കൊടുക്കുന്നത്. വെള്ളം എത്ര വേണം? വെള്ളം ഏതാണ്ട് ഒരു ദിവസം ഒരു നേരം 200 ലിറ്റർ വെള്ളം കുടിക്കും. അങ്ങനെ എത്ര നേരം? 2 നേരം കൊടുക്കും. ഈ ആനയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ലാന്ന് കേട്ടിട്ടുണ്ട്. നഖത്തിൻ്റെ ചുറ്റിലൊക്കെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ആന എങ്ങനെയൊക്കെയാണ് ദേഹം തണുപ്പിക്കുന്നത് നല്ല ചൂടുള്ള സമയങ്ങളിൽ? നല്ല ചൂടായി കഴിഞ്ഞാൽ ഇത് ഈ വെള്ളം ശേഖരിച്ചതിന് ഉള്ളിൽ ശേഖരിച്ച് വെക്കാനുള്ളൊരു കഴിവുണ്ട്. ആ വെള്ളം കൈകൊണ്ടെടുത്തിട്ടാണ് അത് പുറത്തേക്ക് ഈ തണുപ്പിക്കാനായിട്ട് ഒഴിക്കുന്നത്. അതായത് എൻ്റെ ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഫാരിഞ്ചിയൽ പൗച്ച് അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത്. ഇംഗ്ലീഷ് നല്ല വശമില്ലാത്ത അതിന്റെ ഉള്ളിൽ മലയാളം അല്ല, അതിനെനിക്ക് മലയാളം ഉണ്ട് തോന്നുന്നില്ല. അല്ല, ഞാനിങ്ങനെ ആനയുടെ ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ വായിച്ചതിൽ കേട്ടിട്ടുണ്ട് ഫെറിഞ്ചിയൽ പൗച്ച് എന്ന് പറഞ്ഞിട്ടൊരു പൗച്ച് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അത്
എടുക്കുന്നത്? ജലാംശം ശേഖരിച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ട്. നല്ല ഈ ചൂട് വരുമ്പോഴാണ് ചൂട് വരുമ്പോൾ അത് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അത് പുറത്തേക്ക് അതിൻ്റെ ദേഹത്ത് തന്നെ ഒഴിക്കും. ദേഹത്ത് തന്നെ ഒഴിക്കും. പിന്നെ നഖം വിശർക്കും, നമുക്ക് കാണാം. വിശർത്ത് ഇങ്ങനെ നഖത്തിൻ്റെ വീറിൻ്റെ അവിടെ വിശർത്തിരിക്കുന്നതിന് ജലാംശം വരുന്നത് കാണാം. അതുപോലെ ഇത് ഈ മത്തേഭം പാമ്പുസ്ഥാനം കൊണ്ടേ സന്തോഷിപ്പൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പം മണ്ണ് എത്ര വാരിയിട്ടാലും അതിന് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം മണ്ണാണ്. രണ്ടാമതുള്ളത് വെള്ളമാണ്. വെള്ളം എപ്പോഴും കൊടുക്കാനും എപ്പോഴും ഒഴിക്കാനും ഒന്നും സാധ്യമല്ലല്ലോ. മണ്ണ് ഭംഗിയായിട്ട് വാരിയിടുന്നത് ഇതിൻ്റെ ശരീരത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടി മണ്ണ് നടകൊണ്ട് തട്ടി ഇളക്കി അടിയിൽ തന്നെ, അതായത് പച്ചമണ്ണ് വാരി നല്ലവണ്ണം എൻ്റെ ശരീരഭാഗങ്ങളിലെല്ലാം ഇടും. കണ്ണൊഴിച്ച് എല്ലാ ഭാഗത്തും മണ്ണിടും. ചൂടാകും തോറും സ്പീഡിൽ അടിച്ചുകൊണ്ടിരിക്കും ചെവി. ആ ചെവിയിലാണ് ഇതിൻ്റെ ഒരു ഊഷ്മാവിനെ അതിന് വളരെ തരണം ചെയ്യാൻ കാറ്റിൻ്റെ ഒരു നമുക്ക് തന്നെ നല്ല കാറ്റ് കിട്ടും, ഫാനിൻ്റെ കാറ്റ് പോലെ കിട്ടും ചൂടായി നിൽക്കുന്ന സമയത്ത് ചെവി അടിക്കുകയാണെങ്കിൽ. ചെറിയ ആനകളാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കാനൊക്കത്തില്ല, നമ്മുടെ ഈ തലയിലായിരിക്കും അടി മുഴുവൻ കിട്ടുക. വലിയ ആനയാണെങ്കിൽ നമ്മുടെ തലയിലൊന്നും കിട്ടത്തില്ല, പക്ഷേ നമുക്ക് കാറ്റ് കിട്ടും. അപ്പോൾ ചെവി ആട്ടിയിട്ടും മണ്ണ് ദേഹത്തേക്ക് വാരിയിട്ടിട്ടും പിന്നെ അതുപോലെ വെള്ളം ഈ ഫെരിഞ്ചിയൽ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് തുമ്പിക്കായി ഇട്ടിട്ട് വെള്ളം എടുത്തിട്ട് ദേഹത്തേക്ക് ഒഴിച്ച് അങ്ങനെ. ശരിക്കും വെള്ളം പോലെ തന്നെയാണോ? വെള്ളം പോലെ തന്നെ, വെള്ളം പോലെ തന്നെ, നമ്മുടെ സാധാ പച്ചവെള്ളം പോലെ തന്നെ. ഇല്ല രുചിച്ചൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല, ഉള്ളിൽ നിന്ന് എടുക്കുന്ന. നമ്മുടെ വായിലേക്ക് തെറിച്ചിട്ടുണ്ടോന്ന്? നമ്മുടെ ദേഹത്തൊക്കെ വീഴും. ആണല്ലേ? അപ്പം അത് വെള്ളം പോലെ തന്നെ. വെള്ളം പോലെ തന്നെ. നല്ലപോലെ ചൂടായിക്കുകയാണെങ്കിൽ വായിക്കകത്തുനിന്ന് കവിട്ടിയിട്ട് തറയിലേക്ക് വീഴും. ഈ ലക്ഷണമൊത്ത ആന എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, ശരിക്കും പാപ്പാന്മാരുടെ കണ്ണിൽ ഒരു ലക്ഷണമൊത്ത ആന എങ്ങനെയാണ്? ഇരുക്കൊമ്പ്, ഇരുമസ്തകം, ഇരിക്കസ്ഥാനം, തണ്ടല്, നടനാലിൽ ഒട്ട് ഉത്തമനെന്ന്. അതായത് 2 കൊമ്പ് എടുത്ത കൊമ്പായിരിക്കണം, വായുകുംഭം, ചെവി, അതുപോലെ തുമ്പിക്കൈ നീളമുള്ളതായിരിക്കണം, തറയും മുട്ടത്തക്കതായിരിക്കണം. അതേപോലെ നടയമരു 18 നഖങ്ങളായിരിക്കണം. ഫ്രണ്ടിലത്തെ കയ്യിൽ 5 5 10, പുറകിൽ 4 4 8 18 നഖങ്ങളായിരിക്കണം. തണ്ടല് ഒരുപാട് ഉയർന്നതും ആകാൻ പാടില്ല, ഒരുപാട് താന്നതും ആകാൻ പാടില്ല. തണ്ടല്ലെന്ന് പറഞ്ഞാൽ ഇരിക്കസ്ഥാനത്തിനോട് തലക്കൊന്നിക്ക് സാമ്യമായിട്ട് നിൽക്കണം. ചില ആനകളുടെ തണ്ടല് കുറച്ച് ഉയര കൂടുതലുണ്ടാകും. പിന്നെ വാല് അതായത് കാലിൻ്റെ ഈ മുട്ടിൻ്റെ അവിടം വരെയെങ്കിലും വാലിൻ്റെ നീളം ഉണ്ടായിരിക്കണം. ഒടുവും ചതവും വളവും തിരിവും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആനകളൊക്കെ വളരെ ഉത്തമനാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ആനകൾക്ക് കൊമ്പുകൾ പലവിധമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് കവലക്കൊമ്പ്, ചില്ലിക്കൊമ്പ്, കുത്തുകൊമ്പ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് തരംതിരിച്ചൊന്ന് പറയാം, എന്തൊക്കെ തരം കൊമ്പുകളാണ്? അതായത് എടുത്ത കൊമ്പെന്ന് പറയുമ്പം, എടുത്ത് അകന്ന കൊമ്പെന്ന് പറയുമ്പം ഈ കൊമ്പ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും, അതാണ് എടുത്ത് അകന്ന കൊമ്പ്. അതായത് ഇങ്ങനെ അതിൻ്റെ തുനി കൊമ്പിൻ്റെ തുനി വന്നിട്ട് മേളിലേക്ക് എടുത്ത് നിൽക്കുന്ന, അതാണ് എടുത്ത കൊമ്പെന്ന് പറയുന്നത്. ചിലതിന് കീഴ്ക്കൊമ്പായിരിക്കും. കീഴ്ക്കൊമ്പെന്ന് പറയുമ്പോൾ താഴോട്ടാണ്. പറയാൻ മനസ്സിലായോ? അപ്പം ആനകൾ നോക്കുമ്പം ആനയുടെ തുനിക്കൊമ്പിൽ കണ്ണിൻ്റെ ദൃഷ്ടി പതിയണം, അതായിരിക്കണം എടുത്ത കൊമ്പെന്ന് പറയുന്നത്. മറ്റേ കീഴ്ക്കൊമ്പായിപ്പോയി. ചില ആനകൾക്ക് കൊമ്പ് ചൂടിയതായിരിക്കാം, ഇങ്ങനെ ചിലപ്പോൾ കൊമ്പിൻ്റെ തുനി തമ്മിൽ കൂട്ടിമുട്ടും. അങ്ങനെയുള്ള ആനകളുണ്ട്. അപൂർവം ചില ആനകൾക്ക് കനം കുറഞ്ഞ കൊമ്പായിരിക്കും. അപ്പോൾ അതിനായിരിക്കാം ചിലപ്പോൾ ഈ ചില്ലിക്കൊമ്പെന്ന് പറയുന്നത്, ചില്ലിക്കൊമ്പൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ ചില ആനകൾക്ക് ഈ കൊമ്പിന് നീളക്കുറവുണ്ടാവും. നീളക്കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള കൊമ്പായിരിക്കും. അത് മുട്ടിക്കൊമ്പെന്ന് പറയും. കല്ലേ കുത്തിയാൽ പോലും അത് പൊളിയില്ല. അപ്പോൾ അതിന് നീളം കുറയും, കൊമ്പിന് നീളം കുറയും. പക്ഷേ ആ കൊമ്പിന് ഭയങ്കര കട്ടിയായിരിക്കും. സാധാരണ പോലെ ഒരിടത്ത് കുത്തിയാൽ പൊളിഞ്ഞു പോകത്തൊന്നുമില്ല, അടന്നു പോകത്തൊന്നുമില്ല. മുള്ളുകൊമ്പ് എന്താ? മുള്ളുകൊമ്പ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി. കൂട്ടുകൊമ്പോ? കൂട്ടുകൊമ്പാണല്ലോ ഞാൻ പറഞ്ഞ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞ കൊമ്പിൻ്റെ തൊലി തമ്മിൽ കൂട്ടുമുണ്ട്. അതാ ഈ കൊമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, പൊതുവെ കാട്ടാനകൾക്ക് കൊമ്പ് അവർ മരത്തുമിലൊക്കെ ഒരതി മിനുസം വരുത്തുക അല്ലെങ്കിൽ നീളം കുറയ്ക്കുന്ന രീതി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടാനകൾക്ക് പാപ്പാന്മാർ മുറിച്ചു കൊടുക്കും എന്ന് പറയും. അപ്പോൾ അതിന് നമ്മുടെ ഫോറസ്റ്റിൻ്റെ അനുമതി വേണമെന്ന് പറഞ്ഞു കേൾക്കുന്നു, അത് സത്യമാണോ? കാട്ടിലുള്ള ആനകൾ കൊമ്പ് എന്തെങ്കിലും അതിന് തീറ്റ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം ചില മരത്തിൻ്റെ തൊകലുകളൊക്കെ കുത്തിപ്പൊളിച്ചെടുക്കും.
അങ്ങനെ ഈ കൊമ്പിന് മിനുസപ്പെടുത്തുന്നതാണ്. പിന്നെ ചില ആനകൾ പുഴയിൽ പോയിട്ട് മണ്ണ് തനിയെ കൈകൊണ്ട് വാരിയിട്ട് കൊമ്പ് കഴുകും, തന്നെ കഴുകുന്ന ആനകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊരു സ്റ്റൈലിൽ നടക്കുന്ന ആനകളുണ്ട്. ചില ആനകൾ മരത്തിൻ്റെ ഈ തുകൽ കുത്തിപ്പൊളിച്ചിട്ട് തിന്നുന്ന ആനകളുണ്ട്. അപ്പോൾ അതിന് ആ കൊമ്പിൻ്റെ തുനിക്ക് കുറച്ച് വ്യത്യാസം മിനുസപ്പ് ഷേപ്പ് വരും. പിന്നെ അതേപോലെ തന്നെ നാട്ടിലുള്ള ആനകളെ കൊമ്പ് മുറിക്കണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുമതി വാങ്ങി അതിൻ്റെ DFOയുടെ നേതൃത്വത്തിൽ വന്നിട്ട് ഇതിൻ്റെ കൊമ്പ് മുറിക്കാനുള്ള അനുവാദം കിട്ടിയതിന് ശേഷം കൊമ്പ് മുറിക്കുന്ന ആളിനെ പരിശീലനമുള്ള ആളെ വിളിച്ച് ആനക്കാരെല്ലാം മുറിക്കുക. ആനക്കാർക്ക് മുറിക്കാൻ അതിലൊരു ഓപ്ഷനും ഇല്ല. പിന്നെ ആരാ മുറിക്കുന്നത്? അതിനെ കൊമ്പ് മുറിക്കാൻ പരിശീലനം നേടിയ ആൾക്കാരുണ്ട്. നേടിയെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് എന്നുള്ളതല്ല, ഡോക്ടർമാരുടെ ഒരു അനുമതി മാത്രമേ ഉള്ളൂ. അത് ആനക്കാരന് വേണമെങ്കിലും അത് പരിശീലിച്ച് വേണമെങ്കിൽ ആകാം. പക്ഷേ കൊമ്പ് മുറിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് വേണം. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് നേരിൽ കണ്ട് അളവെടുത്ത്, അതുപോലെ തന്നെ വെറ്ററിനറി ഡോക്ടർ, ഫോറസ്റ്റിൻ്റെ ഇവരൊക്കെ കൂടി വന്ന് ഇതെല്ലാം അളവുമൊക്കെ എടുത്ത് അതിൻ്റെ എത്ര മുറിക്കാം, എത്ര കണ്ട് മുറിക്കാം എന്നുള്ളൊരു ഇതെടുത്തതിന് ശേഷമേ അത് മുറിക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് ക്രമത്തിലധികം മുറിക്കാനും പറ്റില്ല. കാരണം കണ്ണിൻ്റെ അവിടുന്ന് ചീളിയുടെ അവിടം വരെ അളവെടുത്തിട്ട് ചീളിയുടെ അവിടുന്ന് ആ അളവ് പുറത്തേക്ക് വെച്ചിട്ട് അതിനേക്കാൾ 2-3 ഇഞ്ച് കൂടെ വിട്ടിട്ടേ ഇത് മുറിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പിനകത്തൂടെ സർക്കുലേഷൻ വരുന്നതുകൊണ്ട് കൊമ്പ് വളരുന്നു. അപ്പോൾ ഇൻഫെക്ഷൻ വരും. കയറ്റി മുറിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വരും. ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇത് പഴുത്തിട്ട് അതാ ചില കൊമ്പൻ ആനകൾക്ക് ഒരു കൊമ്പ്, ചിലതിന് 2 കൊമ്പ് തന്നെ ഇല്ല, ഊരി അങ്ങ് പോകും. കാര്യം ഇത് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മജ്ഞയും മാംസവും കൂടെ കിടക്കുന്ന ഒരു അതിപ്പോൾ നമ്മുടെ പല്ലും അങ്ങനെ തന്നെയാണല്ലോ, പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് രക്തം വന്നാൽ പിന്നെ ഇൻഫെക്ഷൻ വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് കാലക്രമേണ പഴുത്തിട്ട് ഒരു 4, 5, 6 കൊല്ലം കഴിയുമ്പോൾ കൊമ്പ് ഊരി അങ്ങ് പോകും. അപ്പോൾ അത് മുറിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം മുറിക്കാൻ. ഈ ആനയ്ക്ക് ഈ 2 കൊമ്പല്ലാതെ ബാക്കി പല്ലുകളുണ്ട് ഉള്ളിൽ? പല്ലുണ്ട്, എത്ര 4 വരി പല്ലുണ്ട്. താഴെ വെള്ളമായിട്ട് 4 വരി. എണ്ണാനല്ല, ഓരോ പല്ലായിട്ടല്ല ഇരിക്കുക, ഒരു സെറ്റായിട്ടായിരിക്കുക. പല്ലിന് വിടവില്ല. ഒരു എല്ല് പോലെ. അത് പക്ഷേ പല്ല് നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ തരംതിരിച്ച് കാണാം, അതൊരു പാടുണ്ട്. പക്ഷേ ഇതിന് വിടവില്ല. ആനേനെ എത്ര ദിവസം കൂടുമ്പോഴാണ് കുളിപ്പിക്കുക? ദിവസവും കുളിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ദിവസവും. അതായത് അതിൻ്റെ ശരീരഭാഗങ്ങളിൽ മുഴുവൻ നമ്മൾ ഈ ചകിരിക്കാണ് കഴുകുക. ഇത്രയും കാലത്തിനോടകം ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ഇന്ന് വരെ ആനയെ കഴുകിയിട്ടില്ല. ആനയെ കഴുകുന്നതിന് ഒരു പ്രത്യേകത രീതി എന്തെങ്കിലും ഉണ്ട്? ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ. രീതിയുണ്ട്. ഒരാൾ കഴുകുന്നത് ചെവിയുടെ അവിടം മുതൽ അതിൻ്റെ മുഖം, കയ്യ്, നട, ചങ്കൂറ്റി അവിടം വരെ ഒരാളിന് കഴുകാം. ഒരാളിന് കഴുത്ത് മുതൽ, ചെവിയുടെ ബാക്ക് മുതൽ കഴുത്ത് മുതൽ ആനയുടെ പിന്നെ കണപ്പാട് വരെ ആ ആളിന് കഴുകാം, അമരം വരെ. മൂന്നാമത്തെ ആൾ അകത്തുപാട് കയറി നടയും കഴുകി അകത്തുപാടും കഴുകി അമരത്തിൻ്റെ അവിടെ എത്താം. അങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്. 3 ആളുണ്ടെങ്കിൽ. ഒരാളേ ഉള്ളൂ എങ്കിൽ ചെവി മുതൽ കഴുകാൻ തുടങ്ങിയാൽ താടക്കിഴ കഴുകി, നട കഴുകി, അകത്തുപാട് കഴുകി, അമരത്തിൻ്റെ അവിടെ കഴുകി, കണപ്പാടും കഴുകി, വാലും കഴുകി, അതിൻ്റെ ശരീരഭാഗങ്ങൾ, അതായത് ഒരു ഉടൽ ഭാഗമേ കഴുകാനൊക്കെ, ഒരു പുറം കിടക്കും കഴുകി ഈ തുടങ്ങിയെടുത്ത് വരുന്നേ നിർത്താൻ പാടുള്ളൂ, ഒറ്റയാളെ ഉള്ളെങ്കിൽ. ഏതായാലും ഒരു 4-5 മണിക്കൂർ എടുക്കും ആനയെ കഴുകണമെങ്കിൽ. എന്നാൽ ഇത് അരമണിക്കൂർ കൊണ്ട് 2 ഭാഗം കഴുകാം. ആനയ്ക്ക് പൊതുവെ കുളിക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവി ആന. ഈ കുളിക്കുന്നിടത്തൊന്നും ഒരിക്കലും അത് ഇടയില്ലല്ലേ? ഇടയും ഒക്കെ ചെയ്യും, വെള്ളത്തിലൊക്കെ ഇറങ്ങിപ്പോവും. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കടവുകൾ കൊണ്ടുവന്ന് ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് ചിലപ്പോൾ ഒന്ന് തെറ്റിയാൽ ചില ആനകളൊക്കെ ചിലതൊന്നും പോയില്ല, ചില ആനകളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിനെ എവിടെയെങ്കിലും കൊളുത്തിയിരിക്കുന്നതുകൊണ്ട് പോകത്തില്ല, അല്ലേ വെള്ളത്തിൽ ഇറങ്ങിപ്പോയി കുറേ കിടന്ന് കുത്തി മറിഞ്ഞതിന് ശേഷം കുറേ കഴിയുമ്പോൾ കയറി വരും. ഇടയുന്നതല്ല, അല്ലല്ല, വെള്ളത്തിൽ കളിക്കുക എന്ന് പറയാം. അതിനൊരു വലിയൊരു സുഖമാണ് വെള്ളത്തിൽ കളിക്കുക എന്ന് പറയും. അതിപ്പോൾ ചെളിയുള്ള സ്ഥലമാണെങ്കിൽ ചെളിക്കകത്ത് കിടന്ന് കുത്തി മറിയും. ഈ പൊതുവെ ആന ഇടയുന്ന ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആനകൾക്കെതിരെ പാപ്പാന്മാരുടെ ഭാഗത്തു നിന്ന് പൊതുവേ കണ്ടുവന്നിട്ടുള്ള ക്രൂരമായ ചെയ്തികൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഈ പൊതുവെ ഈ ക്രൂരന്മാരല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ ഒരു മുൻവിധിയാണ്. ജീവിതം എന്ന് പറയുന്ന ഒരു മനുഷ്യ ജീവിതം, ഒരു കുടുംബത്തെ പോറ്റാൻ വേണ്ടി മെനഞ്ഞെടുത്ത ഒരു ജോലിയാണ് ഈ ആനപ്പണി. ആനപ്പണിയിൽ ഒരുപാട് ക്ലേശത അനുഭവിക്കണം.
ആന പണിക്ക് പോയി കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ പോയാൽ പറമ്പിലാണ് കിടക്കുക, പായില്ല, മണ്ണിൽ കിടക്കണം. പഴമക്കാർ പറയും, വീട്ടുകാരോട് പറയും, പോകുമ്പം പുറം കണ്ടോണം, വരുമ്പോൾ അകം കണ്ടോണം. എന്നുവെച്ചാൽ പോകുമ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ പുറമല്ലേ കാണാൻ പറ്റൂ, വരുമ്പോൾ നമ്മുടെ മുഖം കാണാം. കണ്ടെങ്കിൽ കണ്ടു, കണ്ടില്ല കണ്ടില്ല. വിവാഹത്തിന് മുമ്പേ ആനപ്പണിക്ക് വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടാനും ബുദ്ധിമുട്ടല്ല? പെണ്ണിനെ കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല ആനക്കാർക്ക്. ശുദ്ധ അബദ്ധമാണ്. അപകട സാധ്യത, അതുകൊണ്ട് വീട്ടുകാർ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വിമുഖത കാണിക്കുന്ന പലരും ഉണ്ട്, പല വീട്ടുകാരും ഉണ്ട്, ചില പെൺകുട്ടികളും ഉണ്ട്. എന്നാൽ ഇതിനോട് താല്പര്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. എനിക്ക് ആനക്കാരനെ മതി എന്ന് ചിന്തിക്കുന്നവർ. ഈ പാപ്പാനില്ലേ ജീവിതത്തിൽ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യം ഒരു പക്ഷേ ആനവാല് ചോദിച്ചും കൊണ്ടുള്ളതായിരിക്കും. അങ്ങനെ ചോദിക്കാറുണ്ട്, അവർക്കൊക്കെ എന്ത് മറുപടി കൊടുക്കാറുണ്ട്? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കൊടുക്കാമെന്നേ പറയത്തുള്ളൂ, പക്ഷേ കൊടുക്കത്തില്ല. പാപ്പാൻ വിശേഷങ്ങൾ ഇത്ര നേരം പങ്കുവെച്ചതിൽ വളരെയധികം നന്ദി. വളരെ സന്തോഷം.